നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 നേരിട്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും കരുത്താർജിക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ കോവിഡ് ഭീതി പടർത്തുമ്പോൾ കോവിഡിനെ നാം ഓരോരുത്തരും കരുതലോടെ നേരിടേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ കരുതലോടെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇപ്പോൾ കോവിഡ്-19 പഠിപ്പിച്ച പുതുശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി കോവിഡിനെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് ദോഹയിലെ പ്രവാസികളും. സമഗ്ര സമ്പർക്ക ശൃംഖല പരിശോധനകളിലൂടെ കോവിഡ്-19 വ്യാപനം പരിമിതപ്പെടുത്തിയതോ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനം പുനരാരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ പൊതു ഗതാഗത സംവിധാനങ്ങളും സർവീസ് തുടങ്ങിയതോടെ ജനജീവിതം പഴയ പോലെ ഉഷാറായിരിക്കുകയാണ്. പുതുരീതികൾക്കൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രവാസികൾ ശീലമാക്കി കഴിഞ്ഞു. എന്നാലും അധികാരികൾ നൽകുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് എല്ലാവരും പാലിക്കേണ്ടതും ആവശ്യമാണ്. വീടിനകത്തിരിക്കണോ പുറത്തിറങ്ങണോ എന്നത് കോവിഡ്-19 അപകട നിർണയ ആപ്ലിക്കേഷനായ ഇഖ്തറാസ് തീരുമാനിക്കും. പുറത്തിറങ്ങണമെങ്കിൽ സ്മാർട്ട് ഫോണിൽ ഇഖ്തറാസ് നിർബന്ധമാണെന്ന് മാത്രമല്ല, പ്രൊഫൈൽ നിറം പച്ച കത്തിയാൽ മാത്രമാണ് പള്ളികളിലും മറ്റെല്ലാ പൊതുയിടങ്ങളിലും പ്രവേശിക്കാനും അനുമതിയുള്ളൂ. ആപ്പിലെ കളർ ടാഗിലെ പച്ച നിറം ആരോഗ്യവാനായ അല്ലെങ്കിൽ പരിശോധനയിൽ നെഗറ്റീവ് ആയവരെ സൂചിപ്പിക്കുന്നതിനാൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ചുവപ്പ് നിറം രോഗം സ്ഥിരീകരിച്ചവർ ആയതിനാൽ വീട്ടിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ കഴിയണം. മഞ്ഞ നിറം ക്വാറന്റൈനിൽ കഴിയുന്നവരാണ്. ചാരനിറം കോവിഡ് രോഗികളുമായി സമ്പർക്കം പുലർത്തിയെന്ന് സംശയിക്കപ്പെടുന്നവരും. അതുകൊണ്ട് ചുവപ്പ്, മഞ്ഞ, ചാര പ്രൊഫൈൽ നിറമുള്ളവർ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ ഒന്നുകൂടിയുണ്ട്, മുഖത്ത് മാസ്ക്, പോക്കറ്റിൽ സാനിറ്റൈസർ. അത് പ്രധാനമാണ്. കോവിഡിന്റെ വരവോടെ മാസ്ക് ഇട്ട മുഖത്തേക്കുള്ള മാറ്റമാണ് പുതുശീലങ്ങളിൽ ആദ്യത്തേത്. വീടിന് പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ 2 ലക്ഷം റിയാൽ വരെ പിഴ നൽകുകയോ പരമാവധി 3 വർഷം കഠിന തടവ് അനുഭവിക്കുകയോ വരും. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കാണുമ്പോഴുള്ള സ്നേഹാലിംഗനവും ഹസ്തദാനവുമെല്ലാം മാറ്റി അകലം പാലിച്ചുള്ള ആശംസകൾ ശീലമാക്കി ഓരോ നടപടികളിലും കോവിഡ് ഒപ്പമുണ്ട് എന്ന ആശങ്ക ഹാൻഡ് സാനിറ്റൈസർ പോക്കറ്റിലും ശീലമാക്കി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ദോഹയിലെ പ്രവാസികൾ ശീലിക്കുന്നത്. വീടിന് പുറത്തു പോയി വരുമ്പോൾ ഓടിപ്പോയി സോഫയിലേക്ക് കിടന്നിരുന്ന കാലമൊക്കെ മാറി ഓട്ടം കുളിമുറിയിലേക്കാക്കി. വാരാന്ത്യങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം ആട്ടവും പാട്ടും ഭക്ഷണവും ഒക്കെ ആയിരുന്ന അടിപൊളി കാലം മാറി. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഓൺലൈൻ വേദികളുമായി വാരാന്ത്യം ചെലവഴിക്കാൻ പഠിച്ചു. വിശന്നാൽ റെസ്റ്റോറന്റുകളിലേക്ക് ഓടിപ്പോയിരുന്ന സ്വഭാവം മാറ്റി പറ്റുമെങ്കിൽ വീട്ടിൽ തന്നെ പാചകം അല്ലെങ്കിൽ ഓർഡർ നൽകി ഭക്ഷണം വീട്ടിലെത്തിക്കുന്ന ഒരു ശീലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം പുതിയ ശീലങ്ങൾ പാലിച്ചാണ് ദോഹയിലെ പ്രവാസികളുടെ ജീവിതവും. കൂടാതെ ജാഗ്രതയിൽ സ്കൂൾ ജീവിതം മുന്നോട്ട് നയിക്കുകയും വേണം. ഒത്തുചേർന്നുള്ള പഠനവും ചിരിച്ചും കളിച്ചും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചും ഒക്കെ സ്കൂൾ കാലം ആസ്വദിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് കോവിഡ് ജാഗ്രത നിറഞ്ഞ പുതിയ സ്കൂൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. മാസ്ക് ധരിക്കലും സഹപാഠികളോടുള്ള അകലം പാലിക്കലും ഒക്കെ വിദ്യാർത്ഥികൾക്ക് പരിചയമാകുന്നതേയുള്ളൂ. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി ക്ലാസ്സിലേക്ക് ഓടിപ്പോയിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഗേറ്റിൽ വരിവരിയായി നിന്ന് തെർമൽ പരിശോധനയ്ക്ക് വിധേയരായി അകലം പാലിച്ച് ക്ലാസ് മുറിയിലേക്ക് പോയി പഠിച്ചു മടങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് സിനിമാ കാഴ്ചയാണ്. ഗ്യാപ്പ് ഇട്ടിരുന്ന് മാത്രമേ സിനിമാ കാഴ്ച പാടുള്ളൂ. നിറഞ്ഞ സദസ്സിൽ ആരവങ്ങൾക്ക് നടുവിലിരുന്നുള്ള സിനിമാ കാഴ്ചകൾക്ക് വിട. മാസ്ക് ഇട്ട് അകലമിട്ട് ആളനക്കമില്ലാതെ തിയേറ്ററിൽ വിശാലമായിരുന്ന ആളുകൾ സിനിമ കണ്ടു തുടങ്ങി. 15% ശേഷിയിൽ രാജ്യത്ത് സിനിമാ തിയേറ്ററുകൾ പ്രദർശനം പുനരാരംഭിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സിനിമ കാണാൻ പരമാവധി 10-15 പേർ മാത്രമാണ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനവുമില്ല. തിയേറ്ററുകൾ തുറന്നതോടെ കോവിഡിന്റെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം തേടി സിനിമാ കാഴ്ചകളിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ദോഹയിലെ പ്രവാസികൾ ജീവിതം അടിച്ചു പൊളിച്ചു തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.